പിശാച് ഫെലിസ്ത്യരെ യുദ്ധത്തിന് അയച്ചതിനു ശേഷം എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ സഹായത്താൽ ദാവീദ് യുദ്ധം ജയിച്ചു. അങ്ങനെ ജയിച്ചതിന് ശേഷം ദൈവമേ, ശത്രു വന്നു, എന്നാൽ അവരെ ജയിക്കാൻ കഴിഞ്ഞു. അവർ വാലും മടക്കി കൊണ്ടോടിപ്പോയി. ഇനിയും സമാധാനത്തോടെ ഭരണം നടത്താൻ കഴിയും എന്ന് പറഞ്ഞ് ദാവീദ് സിംഹാസനത്തിലിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 2 ശമൂവേൽ 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഫെലിസ്ത്യർ വീണ്ടും വന്ന് രെഫയീം താഴ്വരയിൽ വ്യാപിക്കുവാനിടയായി. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പരാജയപ്പെട്ടുവെങ്കിലും ഫെലിസ്ത്യർ വീണ്ടും കടന്നുവരികയാണ്. സഹോദര സഹോദരി, കാര്യം പറയട്ടെ, പിശാച് എപ്പോഴെങ്കിലും പരാജയം നേരിട്ടിട്ട് അവൻ നിരാശപ്പെട്ടുകൊണ്ട് മാനസികമായി തളർന്ന് ആത്മഹത്യ ചെയ്തിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ന്യൂസ് പേപ്പറിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പിശാച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ വായിച്ചിട്ടുണ്ടോ? ഇതിന് ഒരു ചാൻസുമില്ല. എത്ര പ്രാവശ്യം അവൻ തോറ്റുപോയാലും, എത്ര പ്രാവശ്യം അപമാനപ്പെട്ടാലും, എത്ര പ്രാവശ്യം അവൻ നിന്ദിച്ചു പോയാലും അവനുള്ള ഒരു വലിയ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. എഴുന്നേൽക്കും. പരാജയപ്പെട്ടാലും അവൻ വീണ്ടും വരുവാനിടയാകും. പ്രിയ സഹോദര സഹോദരി, കേൾക്കുക. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായ പിശാച് എന്തു ചെയ്യുമെന്ന് അറിയാമോ? അവൻ പരാജയപ്പെട്ടാലും അവൻ ഒരിക്കലും പിന്മാറിപ്പോവുക ഇല്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്, പിശാച് നിങ്ങളെ വിട്ടുമാറിയെന്നോ, പിശാച് ഉറങ്ങിപ്പോയിരിക്കുകയാണെന്നോ, അവൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വരികയില്ലെന്നോ ചിന്തിക്കരുത്. അവൻ ഗർജിക്കുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങേണ്ടുന്നുവെന്ന് വിചാരിച്ചുകൊണ്ട് പിശാച് എന്തു ചെയ്യുന്നു? അവൻ രാവും പകലും പറയൂ, നിന്റെ വീടിന്റെ ചുറ്റും തിരിയുകയാണ്. ആരുടെ ചുറ്റുമാണ്? നിന്റെ വീടിന്റെ ചുറ്റും. നമുക്കെല്ലാവരുടെയും ചുറ്റും അവൻ നടക്കുകയാണ്. അതുകൊണ്ട് അവൻ പരാജയപ്പെട്ടാലും ശരി, അവൻ നിന്നെ വിട്ടുമാറുകയില്ല. അവൻ വീണ്ടും വരും. നോക്കുക, ഫിലിസ്ത്യർ പരാജയപ്പെട്ടില്ലേ? അവർ ഓടിപ്പോകാനിടയായില്ലേ? അവർ ഓടിപ്പോയെങ്കിലും, പരാജയപ്പെട്ടു എങ്കിലും, 21-ാമത്തെ വാക്യത്തിൽ എന്താണ് കാണുന്നത്? അവർ ഓടിപ്പോയി. 22-ാം വാക്യത്തിൽ എന്താണ് കാണുന്നത്? അവർ വീണ്ടും വന്നു. അവർ തോറ്റുപോയി, ഓടിപ്പോയി, എന്നാൽ വീണ്ടും കടന്നു വരാനിടയായി. ഇതാണ് പിശാചിന്റെ പണി. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജോലിയിലെ പ്രശ്നങ്ങൾ തീർന്നുപോയി, ദൈവമേ, ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് അടുത്ത പ്രശ്നം കടന്നു വരാനിടയാകും. അത് റെഡിയായിരിക്കും. ഇതാണ് സാധാരണം, ഇതാണ് സ്വാഭാവികം. എന്താണ് കർത്താവ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇങ്ങനെ വിചാരിച്ചു എന്നിരിക്കട്ടെ. കർത്താവ് പറയും, എന്തിനാണ് നീ ഭാരപ്പെടുന്നത്? ഒരു നിമിഷം എൻ്റെ അരികിലേക്ക് നീ വരിക. അത് കേട്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെന്നാൽ മാത്രം മതി. നിനക്ക് മടുപ്പുണ്ടായേക്കാം, എന്നാൽ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന് ഒരിക്കലും മടുപ്പ് ഉണ്ടാവുക ഇല്ല. ഇത് മനസ്സിലാക്കുക. പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ദൈവത്തിന് മടുപ്പുണ്ടാകാതിരിക്കുമ്പോൾ നീ എന്തിനാണ് മടുക്കുന്നത്? നമുക്കെന്തിനാണ് മടുപ്പ് ഉണ്ടാക്കുന്നത്? വീണ്ടും മനസ്സിലാക്കുക, അവിടെ പ്രശ്നമുണ്ടാവുകയാണ്. പ്രശ്നമുണ്ടാകും. എപ്പോഴാണോ അവർ തിരികെ വന്നത്, അപ്പോൾ ദാവീദ് എന്തു ചെയ്യണം? വീണ്ടും ഭൃത്യന്മാർ അല്ലെങ്കിൽ സൈന്യം വന്ന് പറയുകയാണ്, ദാവീദ് മഹാരാജാവേ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഫെലിസ്ത്യർ നമ്മുടെ രാജ്യത്തിന് നേരെ വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദാവീദ് എന്തു പറയണം? അവർക്കെന്താണ്, ഭ്രാന്ത് പിടിച്ചോ? ഇന്നലെയാണ് അവരെ ഓടിച്ചു വിട്ടത്, ഇന്നലെയാണ് തോൽപ്പിച്ചത്, വീണ്ടും വന്നിരിക്കുകയാണോ? ഞാൻ വരികയാണെന്ന് പറയുക, ഞാൻ ഇറങ്ങി വരികയാണെന്ന് പറയുക, അവരുടെ അന്ത്യം കാണിച്ചു തരുമെന്ന് പറയൂ എന്ന് പറഞ്ഞ് അറിയിപ്പ് കൊടുത്തെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ ചെയ്തില്ല. ഫെലിസ്ത്യരുടെ സൈന്യം മുഴുവനും രാജ്യത്തിന്റെ ചുറ്റും വ്യാപിച്ച സമയത്ത് ദാവീദ് തന്റെ കായിക ബലത്തെ വിശ്വസിച്ചില്ല. തന്റെ വാളിനെയോ കുന്തത്തെയോ പരിചയെയോ ആശ്രയിച്ചില്ല. ബൈബിളിൽ എന്താണ് പറയുന്നത്? 23-ാം വചനം. ദാവീദ് യഹോവയോട് പ്രാർത്ഥിച്ചു. വീണ്ടും അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. യഹോവേ, ഇന്നലെ ആ ശത്രുക്കൾ പരാജയപ്പെട്ടതല്ലേ? ഇന്നലെ നീ എനിക്ക് ജയം തന്നതല്ലേ? യഹോവേ, അവർ വീണ്ടും വന്നിരിക്കുന്നു. കർത്താവേ, അവർ വീണ്ടും വന്നിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നാം എപ്പോഴും ഫോൺ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടപ്പെടാത്തതായ ആളുകൾ ഉണ്ട്. എപ്പോഴും സഹായത്തിനു വേണ്ടി കൈകൾ നീട്ടിയാൽ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. എപ്പോഴും ഒരു വീട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇഷ്ടപ്പെടാത്തതായ ആളുകളുണ്ട്. എന്നാൽ നീ എത്ര പ്രാവശ്യം വിളിച്ചാലും എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാലും ഒരിക്കലും മുഷിപ്പ് തോന്നാത്തതായ ദൈവം ആരാണെന്നറിയാമോ? അതാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. നീ അർദ്ധരാത്രിയിൽ അവനോട് സംസാരിച്ചാലും അവൻ നിന്റെ വാക്കുകൾ കേൾക്കും. നീ അധികാലത്ത് തന്നെ എഴുന്നേറ്റ് സംസാരിച്ചാലും അവൻ കേൾക്കും. ചിലപ്പോൾ ഒരുപാട് സ്നേഹിക്കുകയും നീ ഒരുപാട് വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തി നിന്റെ ഫോൺ കോൾ എടുക്കുകയില്ലായിരിക്കാം. അവർ ഒരുപക്ഷെ തിരക്കായിരിക്കും.
ഏതെങ്കിലും കാര്യം ചെയ്യുകയായിരിക്കാം. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഫോൺ ഒരിക്കലും സ്വിച്ച് ഓഫ് ആകാനുള്ള ചാൻസ് ഇല്ല. ആ ലൈൻ ഒരിക്കലും തിരക്കിലാകാനുള്ള ചാൻസ് ഇല്ല. അവൻ പറയുന്നു, കഷ്ടകാലത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുവാൻ ഇടയാകും. ഇതാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് സഭയെ, നീ എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്നാലും അപ്പോഴെല്ലാം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാണ് എൻ്റെ കർത്താവായ യേശുക്രിസ്തു. നിങ്ങൾ എൻ്റെ അരികിൽ വരിക, ഞാൻ നിങ്ങളുടെ അരികിലേക്കും വരാം. എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. എന്നെ മാനിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളെയും മാനിക്കാനിടയാകും. പ്രിയ സഹോദര സഹോദരി, മഹാരാജാവായിരിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ ശത്രു വീണ്ടും കടന്നു വന്നതായ സമയം ദാവീദ് നിഗളിച്ചില്ല. അവൻ ഭീഷണിപ്പെടുത്തിയില്ല. വീണ്ടും വന്നിരിക്കുകയാണോ, ഞാനൊന്ന് നോക്കട്ടെ എന്നവൻ പറഞ്ഞില്ല. അവൻ വീണ്ടും അതേ താഴ്മയോടെ. ദാവീദിനുണ്ടായിരിക്കുന്ന ശ്രേഷ്ഠത എന്താണെന്നറിയാമോ? താഴ്മയാണ്, എളിമയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ എവിടെയും അല്പം പോലും നിഗളത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല. നാശത്തിനു മുമ്പ് എന്താണ് ഉണ്ടാകുന്നത്? നിഗളമുണ്ടാകുന്നു. ഉയർച്ചയ്ക്ക് മുമ്പ് എന്താണുണ്ടാകുന്നത്? താഴ്മയുണ്ടാകുന്നു. ദാവീദിനെ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കാണുന്ന ശ്രേഷ്ഠമായ സ്വഭാവമാണ് വിനയം. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ജോലി നിനക്ക് കിട്ടിയോ? നിന്റെ സംസാര രീതിയിൽ മാറ്റം വരരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകിയിട്ടുണ്ടോ? നിങ്ങളുടെ പ്രവൃത്തികൾക്ക് മാറ്റമുണ്ടാകരുത്. പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകരുത്. നിങ്ങളുടെ ഭാവങ്ങളിൽ മാറ്റമുണ്ടാകരുത്. സ്നേഹത്തോടെ തന്നെ ജീവിക്കുക. വിശുദ്ധിയോടുകൂടെ തന്നെ ജീവിക്കൂ. പ്രാർത്ഥനാ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക. ദാവീദ് വീണ്ടും ചെന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ശത്രുവായ ഫെലിസ്ത്യർ വീണ്ടും വരാനിടയായിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദൈവം എന്തു പറഞ്ഞതെന്നറിയാമോ? ഞാൻ വരികയാണ്, നിൽക്കൂ. എന്താണ് പറയുന്നത്? ഞാൻ വരികയാണ്, നിൽക്കുക. ശത്രുവായ ഫെലിസ്ത്യർ വന്നുവെന്ന് പറഞ്ഞാൽ നീ ഓടിപ്പോകേണ്ട കാര്യമില്ല. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വരുന്നതുവരെയും നീ അവിടെ നിൽക്കുക. ഒരു ഭക്തൻ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഇടയായി, കർത്താവേ, നിനക്ക് മുമ്പായി ഞാൻ പോകുവാൻ അനുവദിക്കരുതേ. ഞാൻ വഴിതെറ്റാനിടയാകും. എന്നെ പിൻപിൽ നിന്നിട്ട് എന്നോട് വരാൻ പറയരുതേ. എങ്കിലൊരുപക്ഷെ ഞാൻ നിന്നെ വിട്ടകന്നിട്ട് വഴിതെറ്റിപ്പോയാനിടയായേക്കും. നിന്റെ മുൻപിൽ നിന്നും നിന്റെ പിൻപിൽ നിന്നും വരാതെ ജീവിതാന്ത്യം വരെ നിന്റെ കൂടെ നടക്കുവാനുള്ളതായ മഹാഭാഗ്യം എനിക്ക് നൽകണമേ. ബൈബിളിൽ അത്ഭുതവാനായ ഒരു ആത്മീയനുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്തെന്നറിയാമോ? ഹാനോക്ക്. ഹാനോക്ക് എന്തു ചെയ്തെന്നാണ് പറയുന്നത്? ദൈവത്തിന് മുൻപാകെ പോയോ അതോ പിൻപിൽ കൂടിയാണോ നടന്നത്? അതോ ദൈവത്തോടൊപ്പം നടന്നോ? പറയൂ. ദൈവത്തോടൊപ്പം നടന്നു. യഹോവ പറയുകയാണ്, നിൽക്കുക, നിൽക്കുക, നീ പോകരുത്, നിൽക്കൂ, ഞാൻ വരികയാണ്, നീ എന്നോടൊപ്പം വരൂ. ദൈവത്തെ ദാവീദ് കണ്ടുമുട്ടി. അതിനുശേഷം ദൈവത്തോടൊപ്പം ദാവീദ് നടന്നു. നിന്റെയും എൻ്റെയും ജീവിതത്തിൽ നമുക്ക് വിജയത്തെ നേടിയെടുക്കണമെങ്കിൽ നാം ആരോടൊപ്പമാണ് നടക്കേണ്ടത്? പറയൂ, ഉറക്കെ പറയുക. ദൈവത്തോടൊപ്പം നടക്കണം. മറന്നുപോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വിജയം നേടിയെടുത്തു എന്നിരിക്കട്ടെ. ആഹാ, ഞാൻ വിജയം നേടിയിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഉറങ്ങുന്നതായ സമയത്ത് സെൽഫോണിൽ പുതിയൊരു മെസ്സേജ് വന്നിരിക്കാം. എന്തായിരിക്കും അത്? പുതിയൊരു പ്രശ്നം, പുതിയൊരു പ്രശ്നം. പിശാച് ഒരിക്കലും ഉറങ്ങിപ്പോകുന്നവൻ അല്ലേയല്ല. യോസേഫ് നല്ല ചന്തമുള്ളവനായിരുന്നു, സുന്ദരനായിരുന്നു. ആ വീട്ടിലുള്ള യജമാനത്തി യോസേഫിന്റെ മേൽ കണ്ണുവെച്ചു. എത്ര പ്രാവശ്യം അവനെ പരീക്ഷിച്ചു എന്നറിയാമോ? എപ്പോഴൊക്കെ അവനെ പരീക്ഷിച്ചു എന്നെന്ന് പറയാൻ കഴിയുമോ? ആദ്യത്തെ ദിവസം വന്ന് പറഞ്ഞു, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ യോസേഫ് അതിന് ഒരു മറുപടിയും അവളോട് പറഞ്ഞില്ല. ഇന്നലെ വന്നു, ഇന്ന് വന്നു, അപ്പോഴെല്ലാം യോസേഫ് നോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ അവൾ വിട്ടുമാറിയെന്നാണോ? ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 10 വാക്യത്തിൽ കാണുന്നു, അവൾ ദിനം പ്രതി അവൾ യോസേഫിനെ സംസാരിച്ചു വശീകരിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൻ അവളോട് പാപം ചെയ്യുവാനോ അവളോടൊപ്പം കിടക്ക പങ്കിടുവാനോ അവളെ അനുസരിക്കുകയോ ചെയ്തവൻ അല്ല. ദിനം പ്രതി, അതായത് വീണ്ടും 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 വീണ്ടും. സഹോദര, കേൾക്കുക. നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട്, നിന്നെ വശീകരിക്കുവാനായിട്ട്, നീ ജോലി ചെയ്യുന്നയിടത്ത്, പണി ചെയ്യുന്ന ഇടത്ത്, നീ പഠിക്കുന്നതായ ഇടത്ത് പല ആളുകളും പലപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിർബന്ധം സഹിക്കാതെ ഏതെങ്കിലും ഒരു ദിവസം നീ ഓക്കെ എന്ന് പറയുമോ എന്ന് വിചാരിച്ച്. അതാണ് പിശാചിന്റെ സ്വഭാവം. പിശാച് വീണ്ടും വരാനിടയായി. എന്നെങ്കിലും പരാജയപ്പെടുമോ എന്ന് വിചാരിച്ച് ആ പാപിനിയായ സ്ത്രീ വീണ്ടും വന്നിട്ട് യോസേഫിനോട് പറയുകയാണ്, വരിക, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം, സമയം ചിലവഴിക്കാം.
നോ, അത് തിങ്കളാഴ്ചയാകട്ടെ, ചൊവ്വാഴ്ചയാകട്ടെ, ബുധനാഴ്ചയാകട്ടെ, വ്യാഴാഴ്ചയാകട്ടെ, വെള്ളിയാഴ്ചയാകട്ടെ, ശനിയാഴ്ചയാകട്ടെ, ഏത് ദിവസമാണെങ്കിലും ശരി, നോ എന്ന് പറഞ്ഞാൽ നോ എന്നാണ്. പ്രിയ സഹോദര സഹോദരി, പാപത്തോട് നോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് യോസേഫ് അവസാനം രാജ്യത്തെ തന്നെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ട് മാറിയത്. 2, ശിംശോന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യമാണ് കടന്നു വരാനിടയായത്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയും. വരിക, ന്യായാധിപന്മാർ 16:16, 15-ാമത്തെ വാക്യത്തിൽ ആ പാപിനി എന്തു പറഞ്ഞെന്നറിയാമോ? എന്നെ നിനക്ക് ഒരുപാട് 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 ഇഷ്ടമാണെന്നാണല്ലോ പറയുന്നത്. വാസ്തവത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ, സത്യമായിട്ടും എന്നെ നീ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വീഴ്ത്താൻ ദുഷ്ടർ കടന്നു വരാനിടയാകും. നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. നീ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ ഞാൻ പറയുന്നിടത്തേക്ക് വരിക. നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ നമുക്കൊരുമിച്ച് ഇന്ന പട്ടണത്തിൽ പോകാം. വരിക, ഇന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം, ഇന്ന ഹോട്ടലിലേക്ക് നമുക്ക് പോകാം, ഇന്ന റൂമിലേക്ക് നമുക്ക് പോകാം. നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ എന്ന് പറയും. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, ആരെങ്കിലും ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ സ്നേഹത്തിന് സ്നേഹമാണ് തെളിവ്. ആരെങ്കിലും ഒരുപക്ഷെ കടന്നു വന്നിട്ട് നീ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിന്റെ സ്നേഹത്തെ ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന് പറയുവാണെങ്കിൽ അവൻ പരമദ്രോഹിയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? പ്രിയ സഹോദരിമാരെ, ആരെങ്കിലും നിങ്ങളെ പിന്തുടരുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ നീ ആലയത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ നിന്റെ പുറകെ വരില്ല. ശരിയല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കൂ എന്ന് പറയുക. പ്രേമിക്കുന്നു എന്ന് പറയുകയാണോ എങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുക. വിശുദ്ധിയോടെ ജീവിക്കുക എന്ന് പറയുക. ആരാണെങ്കിലും ശരി, ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ട് അവനോട് പറയുക, എങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കുക എന്ന്. നീ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ എൻ്റെ ശരീരത്തെ ടച്ച് ചെയ്യാതെ നീ ജീവിക്കുക. യഥാർത്ഥത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ നീ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി സ്ഥിരത നേടുക. നല്ല ജോലി നീ നേടിയെടുത്ത് സ്ഥിരപ്പെടുക. നീ നന്നായിരിക്കണമെന്ന്, നീ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. നിന്റെ മാതാപിതാക്കൾക്ക് അഭിമാനകരമായിട്ട് ജീവിക്കണമെന്ന് നീ തീരുമാനിക്കുക. അല്ലാതെ പാർക്കിലേക്ക് വരാനല്ല ക്ഷണിക്കേണ്ടത്. പാർക്കിൽ വരാൻ പറയുന്നവൻ, ഒറ്റയ്ക്ക് പോകാമെന്ന് പറയുന്നവൻ, ഒരുമിച്ച് പോകാമെന്ന് പറയുന്നവൻ അല്ല യഥാർത്ഥമായി സ്നേഹിക്കുന്നവൻ. അവൻ പരമദ്രോഹിയാണ്. അങ്ങനെയുള്ള ഒരുവന് ദയവുചെയ്ത് നിന്റെ ജീവിതത്തെ കൊടുക്കരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. വാസ്തവത്തിൽ നീ എന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, വാസ്തവത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ 15-ാമത്തെ വാക്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. നോക്കുക, എന്താണ് പറയുന്നത്? സത്യമായിട്ടും നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് നീ എന്നോട് പറയുക. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. നീ എന്നെ സ്നേഹിക്കുന്നു എന്തെന്തിനാണ് പറയുന്നത്? അതിനർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ നിന്റെ വലിയ ശക്തിയുടെ അടിസ്ഥാനം എന്താണെന്ന് പറയുക. സ്നേഹിക്കുന്നുണ്ടേ എങ്കിൽ ശക്തി എന്താണെന്ന്, അതിൻ്റെ രഹസ്യം എന്താണെന്ന് പറയുക. അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് പറയുന്നത്, കണ്ടീഷണൽ ലവ് ക്യാൻ നെവർ ബി എ ട്രൂ ലവ്. കണ്ടീഷനുകൾ വെച്ചുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ഒരിക്കലും യഥാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്നവനല്ല. ഇത് ഓർമ്മയിലിരിക്കണം. എന്താണ് ഇവിടെ പറയുന്നത്? ശിംശോന്റെ മേൽ ദൈവത്തിന്റെ മഹാബലമുണ്ട്. ആ ബലത്തിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ശിംശോനെ കൊന്നുകളയാൻ കഴിയും എന്നതാണ് അവളുടെ തന്ത്രം. ശിംശോൻ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അവൾ ദിനം പ്രതി വാക്കുകൾ കൊണ്ട് അവനെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ശക്തിയുടെ രഹസ്യം ഇന്നലെ എന്താണെന്ന് പറഞ്ഞു കൊടുത്തില്ല. വിട്ടുമാറിയോ? ഇന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. അവൾ വിട്ടുമാറിയോ? കേൾക്കുന്നുണ്ടോ പ്രിയ സഹോദര സഹോദരി? പിശാച് നിന്നെ നശിപ്പിക്കണം എന്ന് ആലോചിക്കുന്ന സമയത്ത് അവൻ എല്ലാ ദിവസവും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും തെറ്റായ കാര്യങ്ങൾ നിന്നെക്കൊണ്ട് ചെയ്യിക്കും. എല്ലാ ദിവസവും നിന്നെക്കൊണ്ട് മദ്യപിപ്പിക്കും. എല്ലാ ദിവസവും നിന്നെക്കൊണ്ട് പണം ദൂർത്തടിപ്പിക്കും. എല്ലാ ദിവസവും അശ്ലീല ചിത്രങ്ങൾ നിന്നെക്കൊണ്ട് കാണിക്കും. എല്ലാ ദിവസവും നിന്നെക്കൊണ്ട് അശുദ്ധമായ പ്രവൃത്തികൾ ചെയ്യിക്കും. എല്ലാ ദിവസവും നിന്നെക്കൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യിക്കും. നിന്നെ ഒരിക്കലും വിട്ടുമാറില്ല. നീ നശിക്കുന്നതുവരെയും നരകത്തിലേക്ക് പോകുന്നതുവരെയും അവൻ നിന്നെ വിട്ടുമാറുകയില്ല. ദയവിച്ചത് മനസ്സിലാക്കുക. വിട്ടുമാറിയോ? ശിംശോനെ വിട്ടുമാറിയില്ല. എല്ലാ ദിവസവും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ബൈബിളിൽ കാണുന്നവരിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണ്? ശിംശോൻ. വളരെ ശക്തനായ ആ ശിംശോൻ 1000 ഫെലിസ്ത്യന്മാർ കടന്നു വന്നപ്പോൾ
കഴുതയുടെ പച്ചത്താടിയിലുകൊണ്ട് അവൻ എന്താണ് ചെയ്തത്? അവരെയെല്ലാം അടിച്ചുകൊന്നു. ശത്രുക്കൾ 1000 പേർ ഒരുമിച്ച് കടന്നു വന്നാലും ശിംശോനെ അന്നവർക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു. 1000 പേർ ഒരുമിച്ച് ആക്രമിക്കാൻ വന്നപ്പോൾ കഴുതയുടെ പച്ചത്താടിയിലുകൊണ്ട് അവരെയെല്ലാം അടിച്ചു കൊല്ലുവാനിടയായി ആർക്കും അവനെ ജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള മഹാബലവാൻ പോലും എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു, എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്ന് പറയിപ്പിക്കുന്ന ഒരു ബലം ആ സ്ത്രീയിലുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും സാധാരണക്കാരല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇല്ലയോ? സമ്മതിക്കുമോ ഇല്ലയോ? ദയവ് ചെയ്ത് കേൾക്കുക. ഇവിടെ ശിംശോൻ അവസാനം മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണ്? നിങ്ങൾ ചിരിച്ചു. നിങ്ങളുടെ കാര്യം എന്താണ്? നിങ്ങൾ സാധാരണക്കാരാണോ? നിങ്ങൾ നല്ലവരാകുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കുക. ഈ മനുഷ്യന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയുക, ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചവർ ഇല്ലേ? ഇത് സത്യമാണോ അല്ലയോ? കണ്ടില്ലേ? പലരും ധൈര്യത്തോടെ കൈ ഉയർത്തുന്നില്ല. എന്നാൽ അവർക്കറിയാം. എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യാനാണ്, കല്യാണം കഴിക്കാതിരുന്ന് ഇവനെയാണല്ലോ കിട്ടിയത്, അവസാനം ഇങ്ങനെ ഒരുവളെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത് എന്ന് വിചാരിക്കുന്നവർ ഇല്ലേ? പ്രിയമുള്ളവരെ, ചോദിക്കട്ടെ, നീ വിവാഹം കഴിച്ചതായ ഭർത്താവിനോട്, ഭാര്യയോട് നിനക്ക് സ്നേഹം കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, കരുതലും വാത്സല്യവും നിനക്ക് കാണിക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ ആരോടാണ് നീ കാണിക്കുന്നത്? നിന്റെ സ്നേഹമാകട്ടെ, നിന്റെ കരുതലാകട്ടെ, വാത്സല്യമാകട്ടെ നീ ആദ്യം കാണിക്കേണ്ടിയിരിക്കുന്നത് നിന്റെ ഭർത്താവിനോടും നിന്റെ മക്കളോടും ആകുന്നു. മറന്നുപോകരുത്. ആ ദിവസം ശിംശോൻ മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്താണ് ഇവിടെ പറയുന്നത്? അവൾ ദിവസം പ്രതി അവന്റെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടേയിരുന്നു, സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവൻ മരിച്ചുപോയാൽ മതിയെന്ന് മനസ്സിൽ വിചാരിച്ചു. വീണ്ടും പറയട്ടെ, നിന്റെ സ്വസ്ഥത കെടുത്തുന്ന ഭാര്യയുണ്ടായിരിക്കാം, സ്വസ്ഥത കെടുത്തുന്ന ഭർത്താവുണ്ടായിരിക്കാം. പിശാചിന്റെ സ്വഭാവം തന്നെ അതാണ്. നീ നല്ലൊരു കഴിവുള്ളവനായിരിക്കാം, നല്ല ജോലി ചെയ്യുന്നവനായിരിക്കാം, നല്ല വ്യാപാരം ചെയ്യുന്നവനായിരിക്കാം. നീ ജോലി ചെയ്യുന്നിടത്ത് നിന്നെപ്പോലെ കഴിവുള്ളവർ ആരും കാണില്ലായിരിക്കാം. എന്നാൽ നിന്നെപ്പോലെയുള്ള ഒരുവിൻ്റെയും സ്വസ്ഥത കെടുത്തുവാനുള്ള കഴിവ് നിന്റെ ഭാര്യയിലുണ്ടായിരിക്കാം. നീ നല്ല ആത്മീയതയുള്ളവളായിരിക്കാം, നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവളായിരിക്കാം, നിന്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഉത്തമയായൊരു സ്ത്രീ ആയിരിക്കാം. എങ്കിലും നിന്റെ ജീവിതം നരകതുല്യമാക്കുന്ന ഒരു ഭർത്താവായിരിക്കാം നിനക്ക് ഉണ്ടായിരിക്കുന്നത്. അന്ന് എന്താണ് സംഭവിച്ചത്? ശിംശോനെപ്പോലെ ബലവാനായവൻ, അവൻ പോലും മരിക്കാനായി തീരുമാനിച്ചു. എന്താണ് കാരണം? എല്ലാ ദിവസവും അവൾ അവൻ്റെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ട്. എല്ലാ ദിവസവും ഭാര്യയുടെ സ്വസ്ഥത കെടുത്തുന്നവർ, അതുപോലെ ഭർത്താവിൻ്റെ സമാധാനം കെടുത്തുന്നവർ, എല്ലാ ദിവസവും നരകതുല്യമാക്കുന്ന വ്യക്തികൾ. ശല്യം സഹിക്കാതെ ഒരു ദിവസം ഭർത്താവ്, അയ്യോ ഇവളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുന്നുവോ? സഹോദരി കേൾക്കുക, നീ ശരിയായവളല്ല. ഒരുപക്ഷെ ഭാര്യ നിന്നെ നോക്കിയിട്ട് ഈ മനുഷ്യനോടൊപ്പം, ഈ സാഡിസ്റ്റായ മനുഷ്യനോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്, ഇങ്ങനെ നിന്റെ ഭാര്യ നിന്നെക്കുറിച്ച് ചിന്തിച്ചാൽ നീ ശരിയായ വ്യക്തി അല്ല. അന്ന് ശിംശോൻ പോലും മരിച്ചു പോകാനായിട്ട് വിചാരിച്ചു. കാരണമറിയാമോ? അവനെടുത്ത തീരുമാനവും ശരിയായിരുന്നില്ല, അവനുണ്ടാക്കിവെച്ച പരിചയവും ശരിയായിരുന്നില്ല, അവൻ തിരഞ്ഞെടുത്ത വ്യക്തിയും ശരിയായിരുന്നില്ല. അവസാനം മരിക്കാനായി തീരുമാനിച്ചു. അവൻ മരിക്കാനിടയായി. അവിടെ വെച്ച് തന്നെ മരിച്ചു. അതിനുശേഷം മരിക്കാനിടയായി. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവിടെയാണെങ്കിൽ യോസേഫിനെ പാപത്തിൽ വീഴിക്കുവാനായിട്ട് എല്ലാ ദിവസവും അവൾ ശല്യം ചെയ്തു. എന്നാൽ യോസേഫിനോടുകൂടെ യഹോവ ഉണ്ടായിരുന്നതുകൊണ്ട് അവന് തന്റെ വിശുദ്ധിയെ കാക്കുവാനായിട്ട് കഴിഞ്ഞു. അവൻ പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. ഇവിടെ ശിംശോനെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഇവിടെ ശിംശോൻ ദൈവത്തിന്റെ ഹിതത്തിന് എതിരായിട്ട് അവൻ ഇറങ്ങിപ്പോയി വേശ്യകളോടൊപ്പം ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ചു. ശിംശോനെ ദൈവം ഉപേക്ഷിച്ചപ്പോൾ അവൻ ഗതികെട്ടവനായിട്ട് സ്വയം മരിക്കാനായിട്ട് തീരുമാനിച്ചു. മാത്രമല്ല, ദാവീദിന്റെ ജീവിതത്തിൽ മറ്റൊരു വിഷയം കാണാം. 23-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദാവീദ് കാട് നിറഞ്ഞതായ പർവ്വത പ്രദേശങ്ങളിൽ സീഫ് മരുഭൂമിയിൽ ഒരു പർവ്വതത്തിൽ നിവസിക്കാനിടയായി. ശൗൽ എല്ലാ ദിവസവും അവനെ പിന്തുടർന്നു. എന്നാൽ ദൈവം ശൗലിന്റെ കയ്യിലേക്ക് അവനെ ഏൽപ്പിച്ചില്ല. എല്ലാ ദിവസവും ശൗൽ ദാവീദിനെ കൊല്ലുവാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ മാസം പിന്തുടർന്നു, കിട്ടിയില്ല, വിട്ടുമാറിയോ? കഴിഞ്ഞ ആഴ്ച പിന്തുടർന്നു, കിട്ടിയില്ല, വിട്ടുമാറിയോ? ഇന്നലെ പിന്തുടർന്നു, വിട്ടുമാറിയോ? ഇല്ലയോ? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായി പിശാച് ഒരിക്കലും നിന്നെ വിട്ടുമാറുക ഇല്ല. നിന്നെ പിടിക്കുന്നത് വരെയും, നീ കീഴ്പ്പെടുന്നത് വരെയും
പിശാച് നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. യോസേഫും ദിനംപ്രതി പരീക്ഷിക്കപ്പെട്ടു. ശിംശോനും ദിനംപ്രതി പരീക്ഷിക്കപ്പെട്ടു. ദാവീദിനെയും ദിനംപ്രതി ശൗൽ കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പിശാച് ആരെയും വിട്ടുമാറുന്നവൻ അല്ല എന്നോർക്കുക. എല്ലാ ദിവസവും നിന്നെ എങ്ങനെയെങ്കിലും കുടുക്കിലാക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിന്നെ കീഴ്പ്പെടുത്തുവാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു വ്യക്തി ഇങ്ങനെ പറയാനിടയായി, നീ ജനിച്ചപ്പോൾ, നീ മാത്രമല്ല നാം എല്ലാവരും ജനിച്ചപ്പോൾ ദൈവത്തിനും പിശാചിനും മധ്യയിൽ ഒരു മത്സരമുണ്ടാകാനിടയായി. ആ മത്സരം എന്താണെന്നറിയാമോ? ദൈവം പറയാനിടയായി, ഇവൻ എൻ്റെ മകനാണ്. അപ്പോൾ പിശാച് പറയുകയാണ്, അല്ല അല്ല, ഇവൻ എൻ്റെ മകനാണ്. എങ്കിൽ ആർ ജയിക്കുമെന്ന് നോക്കട്ടെ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നീ രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരമാകുന്നതുവരെയും നീ ജയിക്കണം, ജയിക്കണം, ജയിക്കണം. എൻ്റെ മകനായി നീ ജീവിച്ച് ജയം പ്രാപിക്കണം. ഇങ്ങനെ ദൈവം ആശിച്ചുകൊണ്ടേയിരിക്കും. മറുവശത്ത് പിശാചോ, നീ പിശാചിൻ്റെ വാക്കുകൾ കേൾക്കണമെന്നും പിശാചിൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ മുൻപിൽ പരാജയപ്പെട്ട്, അങ്ങനെ ദൈവവും പരാജയപ്പെടുവാനായി പിശാച് ആഗ്രഹിച്ച് നിന്റെ ജീവിതത്തിൽ പരാജയം വരുത്താനായി നോക്കിക്കൊണ്ടേയിരിക്കും. പ്രിയ സഹോദരങ്ങളെ, രാവിലെ ഉണർന്നാൽ വൈകുന്നേരം നമ്മൾ കിടക്കുന്നതുവരെയും നീ എന്താണ് ചെയ്യുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്താണ് നീ കാണുന്നത്, എങ്ങനെയാണ് നീ പെരുമാറുന്നത്, അത് നിന്നെ ജയിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ നിന്നെ പരാജയപ്പെടുത്തിയേക്കാം. ഒരു വശത്ത് പിശാചിന് മുൻപിൽ കീഴടങ്ങി നീ പരാജയപ്പെട്ടാൽ മറുവശത്ത് പിശാച് ജയിക്കും. അതുപോലെ ഇപ്പുറത്ത് ആരൊക്കെയാണ് പരാജയപ്പെടുന്നത്? രണ്ടുപേർ പരാജയപ്പെടും. ഒരുപക്ഷെ നീ ജയിക്കുകയാണെങ്കിൽ മറുവശത്ത് പിശാചായിരിക്കും തോൽക്കുന്നത്. എന്നാൽ ഇപ്പുറത്ത് ആരൊക്കെയാണ് ജയിക്കുന്നത്? രണ്ടുപേർ ജയിക്കും. നിന്റെ ജീവിതം എല്ലാ ദിവസവും വിജയത്തിൽ കൂടിയും പരാജയത്തിൽ കൂടിയും കടന്നു പോകുന്നു എന്നുള്ള സത്യം മറക്കരുത്. ചോദിക്കട്ടെ, രാവിലെ ഉണർന്നാൽ വൈകുന്നേരമാകുന്നതുവരെയും അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതുവരെയും യേശുവിനെയാണോ നീ ജയിപ്പിക്കുന്നത്, അതോ പിശാചിനെയാണോ നീ ജയിപ്പിക്കുന്നത്? ഒരു നിമിഷം ചിന്തിക്കുക. യോസേഫ് ദൈവത്തെ ജയിപ്പിച്ചു. ദാവീദും ദൈവത്തെ തന്നെ ജയിപ്പിച്ചു. എന്നാൽ ശിംശോനോ, അവൻ ദൈവത്തെ തോൽപ്പിച്ചു. ദാവീദ് എന്താണ് ചെയ്തത്? ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ദൈവം ജയിച്ചു. നമുക്ക് ശ്രദ്ധിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 10-ാമത്തെ അധ്യായം. 1 ദിനവൃത്താന്ത പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യം. ഇവിടെ ശൗലിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ദാവീദ് എന്താണ് ചെയ്തത്? യഹോവ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത്, എന്നിട്ട് എന്ത് സംഭവിച്ചു? അവൻ വിജയം നേടിയെടുത്തു. അവൻ ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചു, ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തോടൊപ്പം ജയിച്ചു. എന്നാൽ ഇവിടെ 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ശൗലിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ അവൻ അവനെ കൊന്നു. രാജത്വം ഇശ്ശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. ദാവീദ് യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്ത് വിജയം നേടിയെടുത്തു. എന്നാൽ ശൗൽ ദൈവം പറഞ്ഞതുപോലെ ചെയ്യായിക കൊണ്ട് മരണശിക്ഷ വരുത്തിവെച്ചു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ആരാണോ ദൈവത്തോട് ആലോചന ചോദിക്കാതിരിക്കുന്നത്, അതായത് ദൈവസന്നിധി ചെന്നിട്ട് കർത്താവേ, ഞാനിങ്ങനെ ചെയ്യണമോ, ഞാനിങ്ങനെ പോകണമോ, എന്താണ് ചെയ്യേണ്ടത്, അതോ ഇത് അരുതാത്തതാണോ, ഇത് നിന്റെ ഹിതമാണോ, ഇത് നിന്റെ ഹിതമല്ലയോ, ഇങ്ങനെ ആലോചന ചോദിക്കാത്ത ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആരാണ് പറയുക? കുറ്റക്കാരാണ്. യഹോവയുടെ കൽപ്പന പ്രമാണിക്കായികയാലും യഹോവയുടെ ഹിതപ്രകാരം നടക്കാതിരുന്നതിനാലും ശൗലിന് എന്താണ് സംഭവിച്ചത്? അവൻ മരിക്കാനിടയായി, മരണശിക്ഷ വരിക്കാനിടയായി. പ്രിയ സഹോദര സഹോദരി, ദൈവത്തെ കൂടാതെ നമുക്ക് ഈ ലോകത്തൊന്നും നേടാൻ കഴിയില്ല. ആരാണെങ്കിലും ശരി, ദൈവം പറഞ്ഞതുപോലെ ചെയ്താൽ അത് അനുഗ്രഹമാണ്. വാക്യം ലൂക്കോസ് 5:5. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിനു ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലയിറക്കിയപ്പോൾ, 6-ാം വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടമകപ്പെട്ടു. അവരുടെ വല കീറാറായി. എന്താണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ചാൽ
അവിടെ അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വാക്കിൽ കീഴ്പ്പെട്ടാൽ അവിടെ നന്മയുണ്ട്. മഹാപരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു, ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ രാജ്യത്തെ ഭരിക്കുന്ന സ്ഥാനത്തേക്ക് നീ കൊണ്ടുപോയി. നിന്നെ സ്നേഹിക്കുന്ന ആളുകളെ, നിന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ആളുകളെ, നിന്റെ വാക്കുകളെ അനുസരിക്കുന്നവരെ നീ ഒരിക്കലും ഉപേക്ഷിക്കുന്നതായ ദൈവമല്ലല്ലോ. അതുകൊണ്ട് കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ സ്ഥിതി എത്ര മോശമാണെങ്കിലും ശരി, ഞങ്ങൾ നിന്നിൽ ആശ്രയിച്ചാൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. നിന്റെ വാക്കിനെ കേട്ടാൽ നീ ഞങ്ങളെ ഉയർത്തും. കർത്താവേ, നിന്റെ അടുക്കിലേക്ക് വന്ന് ഞങ്ങളുടെ കഷ്ടതകളെ പങ്കുവച്ചാൽ നീ പരിഹാരം കണ്ടുപിടിക്കും. നീ ഞങ്ങളോടൊപ്പം നടന്നുവന്ന് ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് തോൽക്കുമാറാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവേ, നീ ദാവീദിനോട് കൂടെ ഇരുന്നതുപോലെ ഞങ്ങളുടെ കൂടെയും ഇരിക്കണമേ. ദാവീദ് നിന്നെ അനുസരിച്ചതുപോലെ ഞങ്ങൾക്കും അനുസരണം നൽകണമേ. ദാവീദ് എല്ലായ്പ്പോഴും നിന്റെ സന്നിധിയിൽ വന്ന് തൻ്റെ കഷ്ടതകൾ പങ്കുവെച്ചതുപോലെ തന്നെ ഞങ്ങളെയും അതിന് സഹായിക്കണമേ. ദാവീദ് നിന്റെ മുൻപിൽ കീഴ്പ്പെട്ടതുപോലെ കീഴ്പ്പെടുന്ന മനസ്സ് ഞങ്ങൾക്കും തരണമേ. ദാവീദ് ജയിച്ചതുപോലെ കർത്താവെ, നിന്നോട് കൂടെ ഇരുന്ന് ജയിക്കുവാനുള്ളതായ കൃപ ഞങ്ങൾക്കും തരണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.